ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി PG, അതായത് MA, MCOM തുടങ്ങിയിട്ടുള്ള എല്ലാ PG വിഷയങ്ങളുടെയും സെക്കൻഡ് സെമസ്റ്ററിലെ കോമൺ പേപ്പറായിട്ടുള്ള ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് റൈറ്റിംഗ് എന്ന പേപ്പറിലെ ബ്ലോക്ക് 1-ലെ മൂന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിബ്ലിയോഗ്രഫിക് സോഴ്സസ് ഫോർ റിസർച്ച് ആൻഡ് അനോട്ടേഷൻ. ഈ ഒരു ഇതിൽ നിങ്ങളോട് പറയാനുള്ളത് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൂടെ നിങ്ങളുടെ ഒപ്പം വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതിൽ ഗ്രാഫും ഫോട്ടോകളൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും ബിബ്ലിയോഗ്രഫി എന്താണ്, അതിൻ്റെ ടൈപ്സ്, എങ്ങനെയാണത് ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരു തിയററ്റിക്കലായിട്ടുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ എക്സാം സുഖമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് എന്താണ് ബിബ്ലിയോഗ്രഫി എന്നുള്ളത് നോക്കാം. ഒരു ഗവേഷണത്തിനോ എഴുത്തിനോ ഉപയോഗിച്ച പുസ്തകങ്ങൾ, ജേണലുകൾ, വെബ്സൈറ്റുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ഉറവിടങ്ങളുടെയും ചിട്ടപ്പെടുത്തിയിട്ടുള്ള പട്ടികയാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു റിസർച്ചിന് വേണ്ടിയിട്ടും മറ്റൊക്കെ പുസ്തകങ്ങൾ, ജേണലുകൾ, വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു ചിട്ടപ്പെടുത്തിയിട്ടുള്ള പട്ടികയാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ഈ ഒരു വാക്ക് വരുന്നത് പുസ്തകം എന്നർത്ഥം വരുന്ന ബിബ്ലിയോൺ, എഴുതുക എന്നർത്ഥം വരുന്ന ഗ്രാഫിയൻ എന്നീ ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഈ പദം ഉത്ഭവിച്ചത്. അതായത് ബിബ്ലിയൻ, ഗ്രാഫിയൻ എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കൃതിക്ക് പിന്നിലെ ആശയങ്ങളുടെ ഉറവിടം എവിടെയാണെന്ന് വായനക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ മുൻഗാമികളുടെ കഠിനാധ്വാനത്തിന് അർഹമായിട്ടുള്ളൊരു അംഗീകാരം നൽകുക. ഒരു രചയിതാവിൻ്റെ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കുക. പ്രത്യേകിച്ച് പുരാതന ഗ്രീക്ക് ചിന്തകരായിട്ടുള്ള അരിസ്റ്റോട്ടിൽ പോലും തൻ്റെ ഗുരുവായ പ്ലാറ്റോയെ പോലുള്ള മുൻഗാമികളുടെ കൃതികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് മുന്നേ എഴുതിയിട്ടുള്ള ആളുകളുടെ അത് കൊടുക്കുക എന്നുള്ളത്, നമ്മളെവിടെ നിന്നാണ് ഈ സാധനങ്ങൾ കിട്ടിയത് എന്നൊക്കെ. ഇനി ഇതിൻ്റെ ലക്ഷ്യങ്ങളും ധർമ്മങ്ങളും. യുനെസ്കോയുടെ അഭിപ്രായത്തിൽ ഒരു ബിബ്ലിയോഗ്രഫിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള തങ്ങളുടെ പഠന മേഖലയിലെ പുതിയ മുന്നേറ്റങ്ങളെയും പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ച് അറിയാൻ ഗവേഷകരെ സഹായിക്കുക, ഗവേഷണ പ്രൊജക്റ്റുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും രേഖകൾ സൂക്ഷിക്കുന്നതിലൂടെ സാംസ്കാരിക വികസനത്തിന് സംഭാവന നൽകുക, ഒരു രാജ്യത്ത് വികസിപ്പിച്ചെടുത്ത അറിവുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സഹായിക്കുക. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ബിബ്ലിയോഗ്രഫിയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ബിബ്ലിയോഗ്രഫിക്ക് നിരവധി ബ്രാഞ്ചസ് ഉണ്ട്. ബ്രാഞ്ചസ് ഏതൊക്കെയാണ് നോക്കാം. ഒന്ന്, സിസ്റ്റമാറ്റിക് ബിബ്ലിയോഗ്രഫി. ഒരു വിഷയത്തെക്കുറിച്ചുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും പട്ടികപ്പെടുത്തുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് ബിബ്ലിയോഗ്രഫി എന്ന് പറയാം. മറ്റൊന്നാണ് അനലിറ്റിക്കൽ ബിബ്ലിയോഗ്രഫി. പട്ടികപ്പെടുത്തിയിട്ടുള്ള കൃതികളെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തുക. അതായത് ഇപ്പോൾ ആധികാരികത, പതിപ്പുകൾ, അങ്ങനെയാണ് അനലിറ്റിക്കൽ ബിബ്ലിയോഗ്രഫി എന്ന് പറയാം. മൂന്നാമതാണ് ഡിസ്ക്രിപ്റ്റീവ് ബിബ്ലിയോഗ്രഫി. പുസ്തകങ്ങളുടെ ഭൗതികമായിട്ടുള്ള വശങ്ങൾ, പേപ്പർ, ബൈൻഡിങ്, ഇതൊക്കെ പരിശോധിക്കുന്നതാണ്. മറ്റൊന്നാണ് ഹിസ്റ്റോറിക്കൽ ബിബ്ലിയോഗ്രഫി, ചരിത്രപരമായിട്ടുള്ള ബിബ്ലിയോഗ്രഫി. കാലത്തിനനുസരിച്ച് ഗ്രന്ഥങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെയും അതുപോലെ അവയുടെ സാംസ്കാരിക പങ്കിനെയും കുറിച്ച് പഠിക്കുന്നതാണ്. മറ്റൊന്നാണ് ടെക്സ്റ്റൽ ബിബ്ലിയോഗ്രഫി. ഒരു കൃതിയുടെ ഏറ്റവും ആധികാരികമായിട്ടുള്ള പതിപ്പ് ഏതാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെയാണ് ടെക്സ്റ്റൽ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ഈ ഒരു പാഠത്തിലെ മറ്റൊരു ഭാഗമാണ് അനോട്ടേഷൻ എന്ന് പറയുന്നത്. എന്താണ് അനോട്ടേഷൻ? അനോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർണമായ ഒരു പുസ്തകത്തിലൂടെ നിങ്ങളെ നയിക്കുന്ന ഒരു ഭൂപടം പോലെയാണ് അനോട്ടേഷൻ എന്ന് പറയുന്നത്. വായിക്കുമ്പോൾ എന്താണ്, പ്രധാനപ്പെട്ട ആശയങ്ങൾ അടിവരയിടുക, പ്രധാന വാക്കുകൾ അടയാളപ്പെടുത്തുക, സംശയങ്ങളും സംഗ്രഹങ്ങളും വശങ്ങളെ കുറിച്ച് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് അനോട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ മാർക്കർ കൊണ്ട് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുമല്ലോ, ഹൈലൈറ്റർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യും. അതുപോലെ പ്രധാന വാക്കുകൾ അടയാളപ്പെടുത്തും. ഇതിനൊക്കെയാണ് എന്ത് പറയുക, അനോട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വായനയെ രചിതമായിട്ടുള്ളൊരു സംഭാഷണമാക്കി മാറ്റാണ് ചെയ്യുന്നത്. അനോട്ടേഷനുകൾ പ്രധാനമായിട്ടും എന്താണ്, പ്രധാന ആശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയും പഠന സമയം ലാഭിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി, വ്യാഖ്യാനത്തോട് കൂടിയുള്ള ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാധാരണ ബിബ്ലിയോഗ്രഫി പട്ടികയല്ല. ഓരോരുത്തരുടെയും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളോടൊപ്പം അതിൻ്റെ ഉള്ളടക്കത്തെയും പ്രസക്തിയെയും കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം കൂടി നൽകുന്നതാണ് അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ഏകദേശം 100-200 വാക്കുകൾക്ക് ഇടയിലായിരിക്കും ഇതുണ്ടാവുക. ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു സമ്മറി ഉണ്ടാവും. ഉറവിടം എന്തിനെക്കുറിച്ചാണ്, രചയിതാവിൻ്റെ പ്രധാന വാദം എന്താണ്, അതുപോലെ ഒരു ഇവാലുവേഷൻ, ഉറവിടത്തിൻ്റെ ശക്തിയും ദൗർബല്യം എന്തൊക്കെയാണ്, അതുപോലെ റിഫ്ലക്ഷൻ, ഈ ഉറവിടം നിങ്ങളുടെ ഗവേഷണത്തിന് എങ്ങനെ അതാകുന്നു,
ഉപയോഗപ്രദവും ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി ഇവിടെ ഒരു സാമ്പിൾ ഓഫ് അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പുസ്തകം നോക്കുക, അതിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതിൻ്റെ വ്യാഖ്യാണ് സൈറ്റേഷൻ, ഇതിൻ്റെ ഉദ്ധരണി എന്ന് പറയുന്നത് സ്മിത്ത് ജെ 2018 ദ എഫക്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ അഡോളസൻസ് മെൻ്റൽ ഹെൽത്ത്, എ കോംപ്രഹെൻസീവ് റിവ്യൂ, ജേണൽ ഓഫ് യൂത്ത് സ്റ്റഡീസ്. ഇതൊരു ബിബ്ലിയോഗ്രഫിയാണ്. ഇതിൽ ഈ ലേഖനത്തിൽ എന്താണ് കൗമാരക്കാർക്കിടയിലെ സോഷ്യൽ മീഡിയ ഉപയോഗവും മാനസികാരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സ്മിത്ത് പരിശോധിക്കുന്നു. സമീപകാലത്ത് വിവിധ പഠനങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്യുന്ന ഈ ലേഖനം അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം മൂലമുണ്ടാകുന്ന ഏകാന്തത, ഉത്കണ്ഠ തുടങ്ങിയ ദോഷവശങ്ങളെ എടുത്തു കാണിക്കുന്നു. അതോടൊപ്പം നല്ല മാനസികാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഡിജിറ്റൽ സാക്ഷരതയുടെ പ്രാധാന്യം ചർച്ച ചെയ്യുന്നു. കൗമാരക്കാരുടെ മാനസികാരോഗ്യത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള നിലവിലെ ധാരണകളും വിശദമായ വിശകലനം നൽകുന്നതിന് ഇവരുടെ ഗവേഷണത്തിന് വളരെ വിലപ്പെട്ടതാണ്. ഇതൊരു അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫിയുടെ ഒരു അനോട്ടേറ്റഡ് മാതൃകയാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ഇതുപോലെയാണ് എഴുതേണ്ടത്. ഇനി ഇതിൻ്റെ ഉറവിടങ്ങൾ, ബിബ്ലിയോഗ്രഫിയുടെ ഉറവിടങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഒന്ന്, പുസ്തകങ്ങൾ, വിഷയങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു ആധികാരിക ഉറവിടമാണിത്. പിന്നെ അക്കാദമിക് ജേണൽസ്, വിദഗ്ധരായിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ള പിയർ റിവ്യൂ കഴിഞ്ഞതുമായിട്ടുള്ള ഏറ്റവും പുതിയ ഗവേഷണ ലേഖനങ്ങൾ. കോൺഫറൻസ് പ്രൊസീഡിങ്സ്, നമ്മളിപ്പോൾ സെമിനാറുകളും കോൺഫറൻസിലൊക്കെ പങ്കെടുക്കുമല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള അക്കാദമിക് കോൺഫറൻസുകൾ അവതരിപ്പിക്കുന്ന സമാഹാരം. പിന്നെ ഒന്ന് തീസിസ് ആൻഡ് ഡെസർട്ടേഷൻ, നമ്മളിപ്പോൾ തീസിസും ഡെസർട്ടേഷനൊക്കെ സബ്മിറ്റ് ചെയ്യില്ല, അത് ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്, വെബ്സൈറ്റ് ആൻഡ് ഓൺലൈൻ റിസോഴ്സസ്, ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിന്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഇതിൻ്റെ ബിബ്ലിയോഗ്രഫിയുടെ ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. ബിബ്ലിയോഗ്രഫി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഉറവിടങ്ങളാണ് പറഞ്ഞത്. ഇനി ഇതിൽ പറയാനുള്ളത് ഉറവിടങ്ങൾ കണ്ടെത്തലും വിലയിരുത്തലും. ഇതിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ, വിക്കിപീഡിയ തുടങ്ങിയിട്ടുള്ള വിഷയത്തെക്കുറിച്ച് പ്രാഥമിക ധാരണയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഗൂഗിൾ, വിക്കിപീഡിയയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ലൈബ്രറി കാറ്റലോഗ്, JSTOR പോലുള്ള ഡാറ്റാബേസുകൾ എന്നിവ ആഴത്തിലുള്ള പഠനത്തിന് ഉപയോഗിക്കാം. അതുപോലെ സ്നോബോൾ രീതി, ഒരു നല്ല ലേഖനത്തിന് ബിബ്ലിയോഗ്രഫിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട മറ്റ് ലേഖനങ്ങൾ കണ്ടെത്താം. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതുമായി കണക്ട് ചെയ്ത് കണ്ടെത്തുന്നതിനെയാണ് സ്നോബോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊന്നാണ് വിശ്വസ്തത വിലയിരുത്തൽ. പ്രസാധകനോ രചയിതാവ് വിശ്വസനീയനാണോ, അതുപോലെ ലേഖനം പിയർ റിവ്യൂ ചെയ്തതാണോ, വിവരങ്ങൾ കാലികമാണോ തുടങ്ങിയിട്ടുള്ളതിനെയാണ് എന്താ പറയുക വിശ്വസ്തത വിലയിരുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, വിവരങ്ങൾ എപ്പോൾ അപ്ഡേറ്റ് ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. ഇതൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. നമ്മുടെ അറിവിൻ്റെ വിശാലമായ ലോകത്ത് സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് ബിബ്ലിയോഗ്രഫി. അതിൻ്റെ ശാഖകൾ, അതുപോലെ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. നിങ്ങൾ നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ബുക്ക് കൂടെ ഈ ഒരു പാഠം പഠിക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ വെക്കുക. കാരണം അതിൽ ചില ഫോട്ടോസും മറ്റൊക്കെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും പാടെ കൂടി ചേരുമ്പോഴേ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. താങ്ക് യു.